എന്ത് വർത്താന ഇജ്ജി പറയണത്? അന്റെ മാപ്പിളുടെ അടുത്തുള്ള അത്ര പൈസ ഇല്ലായിട്ട് ജോല എങ്ങനെ വേറിട്ട് കാണുന്നത്? ഇത് വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടാ. ഞാൻ പറഞ്ഞുതരാം. അന്റെ ഏടത്തിയാണെന്നുള്ള ബോധെങ്കിലും ഉണ്ടായിക്കോട്ടെ അനക്ക്. വന്ന കുറച്ച് പൈസ ഉള്ളടത്ത് കെട്ടിച്ചപ്പോ അനക്ക് അഹങ്കാരം കൂടിയിക്ക. അതൊന്നും ശരിയാവണ കാര്യമല്ല. ഇവിടെ വന്നാലും എല്ലാരും ഒരേപോലെയാണ്. ഇക്കിന്റെ 2 മക്കളും 2 മരക്കളും ഒരേപോലെ കാണാൻ പറ്റുള്ളൂ. ഇജാടി ഇരിക്കണക്ക് ഞാൻ വെള്ളം തേരും കൊടുത്തരാം. ആ ഇമ്മെന്തിനാ പോലെ ഇങ്ങോട്ട് വിളിച്ചിക്കണത്? വെറുതെ കാര്യമില്ലാതെ. അപ്പൊ അയാളും ഒപ്പം ഭക്ഷണം കഴിക്കാൻ ഇക്കാക്കാണെങ്കി അതൊന്നും ഇഷ്ടാവൂല. ശേ ഈ എപ്പളാ വന്ന്? ഞാൻ കൊറച്ചേരായി വന്നിട്ട്. ഈ എങ്ങനെയാ വന്ന്? ഞാൻ നടന്നിട്ടാ വന്നത്. അനക്കൊന്ന് നല്ല തുണിയും കുപ്പായൊക്കെ ഒന്ന് ഇട്ടെടുത്ത് വന്നൂടെടി. എന്താണ് എന്റെ കോലം? അനക്ക് ഇത്രയും പൈസ ഇല്ലേ? ഉമ്മടെ? അമ്മ അവിടെ അടുക്കളയിലുണ്ട്. പറഞ്ഞത് പറ്റിയിട്ടില്ല. എന്താ ഓളെ കോലം? നല്ല തുണി കുപ്പായ എടുത്തിട്ട് വന്നൂടെ? കണ്ടാലും മതി, പട്ടിയാളെ മുടിച്ചോളൂ. ഇത്രയും ഒരു വൃത്തിയില്ലാത്തൊരു സാധനം. ഇവിടെ ആണെങ്കിൽ ചൂടും പോയി എടുത്തിട്ട് റൂമിൽ പോയി കുറച്ചേരം കിടക്കട്ടെ. ഉമ്മ, എന്റെ ആള് വന്നാ? ഓളെ കണ്ടീല്ലേ? ഓളെ അവിടെ ഇരിക്കണ്ട് ഇനി ആളില്. ഓളെ കണ്ടേന്. എന്തമ്മ ഓള് ഇങ്ങനെ? ഓളാകെ മാറിയിക്കണല്ലോ. ഒന്നും പറയണ്ടടി, ഓളൊക്കെ ആകെ മാറിയിക്കണ്. ഞാൻ ഓളങ്ങനെ ഒന്നല്ല വിചാരിച്ചിന്ന്. എന്നോടിപ്പോ എന്തേലും പൊങ്ങച്ച കാണിച്ചാ? ഓളെ കുറച്ച് ഉള്ളോടത്തേക്ക് കല്യാണം കഴിച്ച് പറഞ്ഞയച്ചാ അതപ്പൊ ഉണ്ടായത്. ഇവിടെ ആയിന്നൊന്നും ഇങ്ങനെ ഒന്നും ഏനിയില്ലല്ലോ ഓള്. ഇപ്പൊ ഓളാകെ മാറിയിക്കണ്. ഉമ്മാന്റെ കുട്ടിയാന്നും കാര്യാക്കണ്ട. ഇജ്ജ് പോയിട്ട് ആ മാക്സി എന്തേലും മാറ്റിക്കോ എന്റെ വേണെങ്കില്. വേണ്ടമ്മ, ഇത് മതി. ഞാൻ കഴിച്ചിരുന്നോന്നുമില്ല.